ബി.ജെ.പി. ആഹ്വാനം ചെയ്ത വികസിത കേരളത്തിനായി വിവിധ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതിനിടെയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിമർശനം. രാജ്യത്തെ ഏറ്റവും മികച്ച നഗരമാക്കി തിരുവനന്തപുരത്തെ മാറ്റാൻ എല്ലാ പിന്തുണയും നൽകുമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി LDFും UDFും കേരളത്തെയും തലസ്ഥാനത്തെയും നശിപ്പിച്ചുവെന്നും കുറ്റപ്പെടുത്തി. LDFും UDFും കടുത്ത അനീതിയാണ് കേരളത്തോട് കാണിച്ചതെന്നും ദുർഭരണം, അഴിമതി, പ്രീണനം എന്നിവയാണ് അവരുടെ ഭരണങ്ങളിൽ നടന്നതെന്നും വിമർശിച്ചു. സർക്കാർ മാറിയാലും ഇവിടെ സിസ്റ്റം മാറുന്നില്ല എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ജനങ്ങൾക്ക് വേണ്ടിയുള്ള മറ്റൊരു സർക്കാർ ഉണ്ടാകേണ്ട സമയം എത്തിയെന്നും അവകാശപ്പെട്ടു. तिरुवनंतपुरम के साथ दशकों से LDF और UDF ने बहुत अन्याय किया है. लेफ्ट और कांग्रेस ने, करप्शन ने तिरुवनंतपुरम को बेसिक सुविधाओं में भी पीछे रखा. लेकिन अब ऐसा नहीं होगा. यहां बीजेपी की हमारी टीम ने विकसित तिरुवनंतपुरम के विजन पर काम करना शुरू कर दिया है. मैं तिरुवनंतपुरम की जनता से कहूंगा, आप विश्वास रखिए. मारा तदीनी मारूम. കേരള സർക്കാർ വികസനത്തിന് തടയിടുന്നുവെന്നും വിമർശനമുയർന്നു. LDF ഭരണത്തിൽ ബാങ്കുകൾ പോലും സുരക്ഷിതമല്ലെന്നും ആവശ്യങ്ങൾക്കായി ജനം നിക്ഷേപിച്ച പണം കട്ടുവെന്നും വിമർശിച്ചു. തുടർന്ന് ശബരിമല സ്വർണ്ണക്കൊള്ളയിലും മോദി പ്രതികരിച്ചു. സ്വർണം കട്ടവരെ BJP അധികാരത്തിൽ വന്നാൽ ജയിലിലടയ്ക്കുമെന്നും അവകാശപ്പെട്ടു. കേരളത്തിന്റെ വികസനത്തിന് ഇന്നു മുതൽ പുതിയ ദിശാബോധം നൽകുമെന്ന് തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് നടത്തിയ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. കേരളത്തിലെ നഗരങ്ങളിലെ ദരിദ്ര കുടുംബങ്ങൾക്കും ആവാസ് യോജന വഴി വീട് നൽകിയെന്ന് മോദി പറഞ്ഞു. സാധാരണക്കാർക്ക് വായ്പയും ക്രെഡിറ്റ് കാർഡും നൽകുന്ന PM സ്വാനിധി പദ്ധതിയിലേക്ക് കേരളത്തെയും ഉൾപ്പെടുത്തുമെന്നും അറിയിച്ചു. കേരളത്തിന് 3 അമൃത് ഭാരത് ട്രെയിനുകളടക്കം പ്രധാനമന്ത്രി ചടങ്ങിനിടെ ഫ്ലാഗ് ഓഫ് ചെയ്തു. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം.